എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം. പുറപ്പാട് 15:26. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൗഖ്യദായകനായ യേശു. നമ്മൾ വായിച്ച വേദഭാഗം ഓർമ്മിപ്പിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. സങ്കീർത്തനം 103:3 യഹോവ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല രോഗികൾക്കും സൗഖ്യം വരുത്തി. മത്തായി സുവിശേഷം 8-ാം അധ്യായം 16-ാം വാക്യം. യേശുവിനെ കുറിച്ചാണ് നമ്മുടെ ധ്യാനം. ഇപ്പോൾ പ്രതിപാദിക്കുന്നത് സൗഖ്യദായകന യേശുവിനെ കുറിച്ചാണ്. സുവിശേഷങ്ങളിൽ തെളിയുന്ന യേശുവിൻ്റെ മിഴിവുറ്റ ഒരു ചിത്രം സൗഖ്യദായകൻ എന്നുള്ളതാണ്. ശാരീരികവും മാനസികവും ആത്മീയവുമായ സ്വസ്ഥതയും സൗഖ്യവും ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ശാരീരിക രോഗങ്ങളാണ് നമ്മളെ ഏറ്റവും ഭയപ്പെടുത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതും. ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ വാർഡുകളിൽ കൂടി കടന്നു പോകുമ്പോഴാണ് രോഗത്തിൻ്റെ വൈപുല്യവും കാഠിന്യവുമൊക്കെ നമുക്ക് കൂടുതൽ ബോധ്യമാകുന്നത്. ക്യാൻസർ പോലെയുള്ള കൊലയാളി രോഗങ്ങൾ അല്ലെങ്കിൽ കില്ലർ ഡിസീസസ്. വൈദ്യശാസ്ത്രം ഇന്ന് അഭൂതപൂർവമായ പുരോഗതിയും നേട്ടവുമൊക്കെ കൈവരിച്ചിട്ടുണ്ടെങ്കിലും ശാസ്ത്രത്തിൻ്റെ പിടിയിൽ അമരാത്ത ചില രോഗങ്ങൾ മനുഷ്യരാശിയുടെ മേൽ ഭീഷണി മുഴക്കി നിലകൊള്ളുന്നുണ്ട്. മനുഷ്യൻ നിസ്സഹായനായി നോക്കി നിൽക്കാൻ മാത്രം ഇടയാകുന്ന സാഹചര്യമാണത്. ഈ ഒരു പശ്ചാത്തലത്തിൽ സൗഖ്യദായകനായ യേശുവിനെ കുറിച്ച് അറിയുന്നതും പ്രസ്താവിക്കുന്നതും കൂടുതൽ ആശ്വാസപ്രദമാണ്. യേശുവിൻ്റെ മനുഷ്യാവതാര പ്രവർത്തനത്തിൽ രോഗികൾക്ക് സൗഖ്യം നൽകുക എന്നുള്ളത് മുഖ്യമായ വിഷയമായിരുന്നു. അതിലേക്ക് വരുന്നതിന് മുൻപ് രോഗത്തെപ്പറ്റിയും അതിൻ്റെ ഉത്ഭവത്തെപ്പറ്റിയും ദൈവശാസ്ത്രപരമായി നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, രോഗവും കഷ്ടതയും മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നില്ല. മനുഷ്യൻ ആരോഗ്യത്തോടും സന്തോഷത്തോടും സൗഖ്യത്തോടും ജീവിക്കണമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. പറുദീസായിലെ ജീവിതം അങ്ങനെയുള്ളതായിരുന്നു. എന്നാൽ മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്തപ്പോൾ അതിൻ്റെ ഫലമായി കടന്നു വന്നതാണ് രോഗവും കഷ്ടതയും. കൽപ്പന ലംഘിച്ച മനുഷ്യനോട് ദൈവം പറയുന്നു, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു. അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. ആദാമിൻ്റെ പങ്കാളിയായ സ്ത്രീയോട് പറഞ്ഞു, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. അപ്പോൾ രോഗവും കഷ്ടതയും വീഴ്ചയുടെ അല്ലെങ്കിൽ പാപത്തിൻ്റെ ഫലമായി കടന്നു വന്നതാണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഒരു പഴയ നിയമ ആശയം കൂടെയാണ്. മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നുമുള്ള മോചനം ഉൾക്കൊള്ളുന്നു. ദൈവരാജ്യം പൂർണ്ണമായി യാഥാർത്ഥ്യമായി തീരുമ്പോൾ ഈ വിധത്തിലുള്ള മോചനം നമുക്ക് പ്രാപ്യമാവും. മശിഹ മൂലമാണ് ദൈവരാജ്യം സ്ഥാപിതമാകുന്നത്. അങ്ങനെ മശിഹ വന്ന് ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകന്മാർ മുൻപ് കൂട്ടി പ്രസ്താവിച്ചിട്ടുണ്ട്.
യെശയ്യാ പ്രവാചകൻ BC 8-ാം നൂറ്റാണ്ടിൽ പ്രവചിച്ചു, അന്ന് കുരുടന്മാരുടെ കണ്ണു തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കയില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമൻ്റെ നാവ് ഉല്ലസിച്ച് ഘോഷിക്കും. യെശയ്യാവ് 35-ാം അധ്യായം. ദൈവരാജ്യം സമാഗതമായി എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ് യേശു വിവിധ തരത്തിലുള്ള രോഗസൗഖ്യങ്ങൾ നടത്തിയത്. ഈ പശ്ചാത്തലത്തിൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ നമ്മൾ നോക്കുമ്പോൾ 3 പ്രധാന കാര്യങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. അതാണ് പ്രഘോഷണവും പ്രബോധനവും സൗഖ്യദാനവും, പ്രീച്ചിങ്ങും ടീച്ചിങ്ങും ഹീലിങ്ങും. യേശു ഗലീലയിലൊക്കെയും സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. മത്തായി 4-ാം അധ്യായത്തിൽ യേശുവിൻ്റെ സൗഖ്യദാനം അവിടുത്തെ ശുശ്രൂഷയുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. അവിടുന്ന് പ്രസംഗിച്ച ദൈവരാജ്യം സമാഗതമായി എന്നതിൻ്റെ തെളിവും സാക്ഷ്യവുമായിരുന്നു യേശുവിൻ്റെ സൗഖ്യദാനം. യേശുക്രിസ്തു 12 70 അറിയിപ്പുകാരെയും പ്രേക്ഷിത വേലയ്ക്കായി അയക്കുമ്പോൾ അവരോട് പറഞ്ഞത്, സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുവിൻ, രോഗികളെ സുഖപ്പെടുത്തുവിൻ, മരിച്ചവരെ ഉയിർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുക്കുവിൻ. യേശു ഏതെല്ലാം തരത്തിലുള്ള രോഗികളെ സൗഖ്യപ്പെടുത്തി എന്ന് നോക്കുന്നത് സകല രോഗികൾക്കും സൗഖ്യം വരുത്തി എന്നതാണ് നമ്മൾ കാണുന്നത്. ഹീ ഹീൽഡ് ഓൾ ഹൂ വെയർ സിക്ക്. 3 പ്രധാന തരത്തിലുള്ള രോഗികൾക്കാണ് യേശുവിൽ നിന്ന് അന്ന് സൗഖ്യം ലഭിച്ചത്. ഭൂതഗ്രസ്തർ. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അനേകം ഭൂതഗ്രസ്തരെ യേശു സൗഖ്യമാക്കിയതായി കാണാം. അക്കാലത്ത് പല രോഗങ്ങൾക്കും കാരണം ഭൂതബാധയാണെന്നുള്ള വിശ്വാസം പ്രബലമായിരുന്നു. ശാസ്ത്രം വളരെ പുരോഗതി പ്രാപിച്ച ഇന്നത്തെ കാലത്തും ഭൂതപ്രേതാദികളുടെ കടന്നാക്രമണത്തെക്കുറിച്ചുള്ള വിശ്വാസം നിലനിൽക്കുന്ന ഇടങ്ങളുണ്ട്. യഹൂദ സമൂഹത്തിൽ അന്ന് നിലവിലുള്ള ഒരു വിശ്വാസം ഏതാണ്ട് 75 ലക്ഷം പിശാചുക്കൾ ഉണ്ട് എന്നുള്ളതായിരുന്നു. ഒരു സങ്കീർത്തനത്തിൽ പറയുന്നു, ഒരു വശത്ത് 1000 പേരും വലതുവശത്ത് 10,000 പേരും വീഴും. ഇന്ന് വൈദ്യശാസ്ത്രവും മറ്റ് ശാസ്ത്രങ്ങളും പ്രത്യേകിച്ച് മനഃശാസ്ത്രവും ഒക്കെ വളരെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. ഭൂതബാധ എന്ന് സങ്കല്പിക്കപ്പെട്ടിരുന്ന പലതും മാനസിക വൈകല്യം മൂലമുണ്ടാകുന്ന അസ്വാസ്ഥ്യമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. സ്കിസോഫ്രേണിയ, മെലങ്കോളിക് ഡിപ്രഷൻ, ഇങ്ങനെ വിവിധ പേരുകൾ ഇതിന് മനഃശാസ്ത്രം നൽകുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയിൽ ഭൂതഗ്രസ്തർക്ക് സൗഖ്യം നൽകിയെന്ന് നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ സത്യം വിശുദ്ധ പൗലോസ് വ്യക്തമാക്കുന്നു. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വയ്ക്കുകയും ചെയ്തു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം. കാൽവറി ക്രൂശിന്മേൽ കർത്താവ് പൈശാചിക ശക്തികളെ പരാജയപ്പെടുത്തി എന്ന് നമുക്ക് കാണാം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. അദൃശ്യരായ ദുരാത്മാക്കൾ നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുമെന്ന് ഭയപ്പെടേണ്ടതില്ല. കാരണം കർത്താവ് അവയെ പരാജയപ്പെടുത്തിയവനാണ്. അവിടുത്തെ വിജയവും ശക്തിയും വിശ്വാസികളായ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് സൗഖ്യദായകനായ കർത്താവ് നമ്മുടെ അരികിൽ ഇന്നുമുണ്ട്. വ്യത്യസ്തമായ ശാരീരിക ക്ലേശങ്ങളും മാനസികമായ പ്രശ്നങ്ങളും ആത്മീയമായ തകർച്ചകളുമൊക്കെ നമ്മളെ അലട്ടുമ്പോൾ സൗഖ്യദായകനായ കർത്താവ് തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ അരികെ ഉണ്ട്. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ പൂർണ്ണമായും വിട്ടുകൊടുക്കാം. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ദൈവമേ,
അവിടുന്ന് സൗഖ്യദായകനായി ഞങ്ങളുടെ അരികിലുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. കാലങ്ങളായി അലട്ടുന്ന രോഗഭാരങ്ങളാൽ വലയുന്നവരെ ഓർക്കുന്നു. കർത്താവിൻ്റെ കൃപയുള്ള കരം നീട്ടണമേ. വിടുതലിൻ്റെ കരം നീട്ടി അവിടുന്ന് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ധാരാളം രോഗികൾക്ക് സൗഖ്യം നൽകിയതുപോലെ ഇന്നും ഞങ്ങളുടെ മേൽ അധികാരമുള്ളവനായി കൂടെയുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവെ, മാറ്റങ്ങൾ, സൗഖ്യം, ആശ്വാസം ഇതെല്ലാം പ്രാപിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു. ദുരന്തങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പുനരധിവാസത്തിന് നടത്തുന്ന ശ്രമങ്ങൾ ഏറെ ഫലകരമാകുവാൻ കർത്താവ് ഇടയാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ വർഷം പ്രദാനം ചെയ്യണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം, കാവൽ, സൗഖ്യം നമ്മെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.